ബ്രഹ്മാനന്ദം പരമസുഗതം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവധീ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ പുനോദിദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപരക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ ജ്ഞാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃസുരാസുരഗണാഃ ശിവായ തസ്മൈ നമഃ. പ്രപഞ്ചത്തിൽ നടക്കുന്നതായിട്ടുള്ള സമസ്ത കർമ്മങ്ങൾക്കും ഭഗവാൻ സാന്നിധ്യം മാത്രമേ കൊടുക്കുന്നുള്ളൂ. തൻ്റെ സാന്നിധ്യത്തിൽ പ്രത്യക്ഷപ്പെട്ടതായ സമസ്ത ജഡഘടകങ്ങളും ജംഗമമായിട്ടുള്ള ഞാനും നിങ്ങളും എല്ലാം പ്രവർത്തിക്കുന്നു. രണ്ടു തരത്തിലുള്ള ഘടകങ്ങൾ കൂടിയതാണല്ലോ ഈ പ്രപഞ്ചം, സ്ഥാവരവും ജംഗമവും. ജഡമായിട്ടുള്ള പ്രപഞ്ചവും അതിൽ വസിക്കുന്നതായിട്ടുള്ള ജംഗമങ്ങളായ നാം എല്ലാം അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ മുന്നോട്ട് പോകുന്നു. അദ്ദേഹം നമ്മുടെ ഒരു വിധത്തിലുള്ള പ്രവർത്തനങ്ങളിലും നേരിട്ടിടപെടുന്നില്ല. ന കർത്തൃത്വം ന കർമാണി ലോകസ്യ സൃജതി പ്രഭു. ഞാൻ ഇന്നലെ സൂചിപ്പിച്ചതുപോലെ സൂര്യൻ അറിയുന്നു തന്നെയില്ല സൂര്യന്റെ കിരണങ്ങളാൽ മേഘം രൂപീകൃതമാവുന്നുണ്ട് എന്ന്. എന്തിനധികം ഭൂമി തന്നെ അതിൻ്റെ ആകർഷണ വലയത്തിൽ സ്വയം തിരിയുന്നുണ്ടോ എന്ന് സൂര്യൻ അറിയുന്നില്ല. മേഘരൂപീകരണത്തിന് സൂര്യന് കർത്തൃത്വമില്ലാത്തതുപോലെ. പക്ഷെ സൂര്യനില്ലെങ്കിൽ മേഘമുണ്ടാവുകയുമില്ല, വർഷവും ഉണ്ടാവുകയില്ല, ഒരു ജലസേചന പദ്ധതികളും ഉണ്ടാവുകയില്ല. വാട്ടർ റിസോഴ്സ് ഡെവലപ്മെന്റ്, ഡാംസ്, ഇറിഗേഷൻ, ഇതൊക്കെ സൂര്യനെ ആശ്രയിച്ചിട്ടാണ് കഴിയുന്നത്. സൂര്യന് ഇതിലൊന്നും കർത്തൃത്വമില്ല. പക്ഷെ സൂര്യനില്ലെങ്കിൽ അവയൊന്നും നടക്കുകയുമില്ല. ഭൂമി, ഇവിടെ വിളയുന്നതായിട്ടുള്ള സമസ്ത ധാന്യങ്ങൾക്കും സമസ്ത ഫലങ്ങൾക്കും ഭൂമി നേരിട്ട് ഉത്തരവാദിത്വമില്ല. ഭൂമി ഇല്ലെങ്കിലോ ഒരു വിത്തും വിളയുന്നില്ല. ഓരോ തരത്തിലുള്ള ധാന്യങ്ങളും ഓരോ തരത്തിലുള്ളതായിട്ടുള്ള വിത്തും മുളച്ച് അതിൻ്റെ മുളയിലൂടെ അതിൻ്റെ സവിശേഷ ഗുണങ്ങളെ പ്രകടിപ്പിക്കുന്നു. അതാ വിത്തിന്റെ ഗുണത്തെ ആശ്രയിച്ചിരിക്കുന്നു. പക്ഷേ ഭൂമിയല്ല നേരിട്ട് ധാന്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത്. ഭൂമി അതിനെല്ലാറ്റിൻ്റെയും ആധാരമാണ്. വൈവിധ്യങ്ങളാകുന്നതായിട്ടുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ഭൂമി ഒരിക്കലും നേരിട്ട് ഉത്തരവാദിത്വം കൊടുക്കുന്നില്ല. മറിച്ച് ഒരു ഉൽപ്പന്നങ്ങളും ഉണ്ടാവുകയില്ല ഭൂമിയില്ലെങ്കിൽ. അതുപോലെ ഈ മഹത്തായിട്ടുള്ള പ്രപഞ്ചം അസംഖ്യം പ്രതിഭാസങ്ങളോടുകൂടെ സുമനോഹരമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. നിയതമായിട്ടുള്ള പദത്തിൽ നിന്നും ഒരു ഗോളവും ഒരു മില്ലിമീറ്റർ മുന്നോട്ടോ പിന്നോട്ടോ ചലിക്കുന്നില്ല. ഒന്നും വ്യതിചലിക്കാതെ മുന്നോട്ട് പോകുന്നു. കാരണം അദ്ദേഹത്തിന്റെ വെറും സാന്നിധ്യം കൊണ്ട്. ന കർത്തൃത്വം ന കർമാണി ലോകസ്യ സൃജതി പ്രഭു. വീണ്ടും ന കർമ്മഫല സംയോഗം സ്വഭാവസ്തു പ്രവർത്തതേ. വീണ്ടും ഇവിടെ നടക്കുന്നതായിട്ടുള്ള ഒരു പ്രവൃത്തികളോടും അദ്ദേഹത്തിന് ഫലസംയോഗം, അതിനോട് ചേർച്ചയില്ല. നല്ലതായാലും ശരി, ചീത്തയായി കഴിഞ്ഞാലും ശരി, തന്റെ സാന്നിധ്യത്തിൽ സമസ്തവും നടക്കുന്നു എന്ന് മാത്രം. ഉപനിഷത്ത് പാരമ്പര്യത്തിൽ സത്യത്തിന് 3 തലങ്ങളുണ്ട്. ഇതിനെ സാങ്കേതികമായി പാരമാർത്ഥികം, വ്യാവഹാരികം,
പ്രാതിഭാസികം എന്ന് പറയും. ഈ 3 തലങ്ങളും ഭഗവത്ഗീതയിലും ഓരോ സന്ദർഭങ്ങളിൽ ഭഗവാൻ ഉപയോഗിക്കുന്നുണ്ട്. അതായത് പരമമായ സത്യത്തിന്റെ വെളിച്ചത്തിൽ നോക്കുകയാണെങ്കിൽ ആ സത്യമല്ലാതെ ഒന്നും തന്നെയില്ല. അഖണ്ഡമായ ബോധം സർവത്ര നിറഞ്ഞു നിൽക്കുന്നു. അത് മാത്രമാണ് യഥാർത്ഥത്തിലുള്ള സത്യം എന്നത് ഉത്ഭവിച്ചു വന്നു. അത് എവിടെ ചെന്ന് അവസാനിക്കുന്നുവെന്നോ എന്താണ് അതിൻ്റെ സ്വരൂപമെന്നോ ആർക്കും പറയാൻ സാധ്യമല്ല. കാരണം അത് ചിന്തിക്കുന്നതായിട്ടുള്ള നാം ഏതൊരു ബോധം കൊണ്ടാണോ അതിനെ നാം ചിന്തിക്കുന്നത് അതുതന്നെയാണ് സത്യം. നമ്മിൽ നിന്നും ഭിന്നമല്ല സത്യം. സത്യത്തെ ഒരിക്കലും നമ്മിൽ നിന്നും ഭിന്നമായിട്ട് ദർശിക്കാൻ സാധ്യമല്ല. എന്നുള്ളതായിട്ടുള്ള ഘടകങ്ങളെ സത്യം അംഗീകരിക്കുന്നില്ല. ഇതിനാണ് പാരമാർത്ഥികം എന്ന് പറയുന്നത്, അബ്സല്യൂട്ട് റിയാലിറ്റി. വ്യാവഹാരിക സത്യമാണ് നമ്മുടെ ഇവിടെ നടക്കുന്നതായിട്ടുള്ള കാര്യങ്ങളെല്ലാം. ഇപ്പോ നിങ്ങളൊക്കെ എന്നെ കാണുന്നു, ഞാൻ നിങ്ങളെ കാണുന്നു. വഴിയിലൂടെ പോകുന്നതായിട്ടുള്ള വാഹനങ്ങളുടെയൊക്കെ ശബ്ദം നാം കേൾക്കുന്നു. നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ രാത്രിയാണ്. അതായത് ഇവിടെ നടക്കുന്നതായിട്ടുള്ള സമസ്ത കാര്യങ്ങളും നമുക്ക് എല്ലാവർക്കും തുല്യമായൊരു അനുഭവം ഉണ്ടാകുമ്പോൾ അതിനെയാണ് വ്യാവഹാരികം, ട്രാൻസാക്ഷണൽ റിയാലിറ്റി എന്ന് പറയുന്നത്. അത് എനിക്കും സത്യമാണ്, നിങ്ങൾക്കും സത്യമാണ്, ഈ മണ്ഡലത്തിൽ വരുന്നതായിട്ടുള്ള എല്ലാവർക്കും സത്യമാണ്. ചൂടുണ്ടെങ്കിൽ ചൂട്, തണുപ്പുണ്ടെങ്കിൽ തണുപ്പ്, കാറ്റുണ്ടെങ്കിൽ കാറ്റ്, എല്ലാവർക്കും അത് തുല്യമായ അനുഭവമാണ്. മനുഷ്യർക്ക് മാത്രമല്ല, ഇതര ജീവജാലങ്ങൾക്കും. പ്രാതിഭാസിക സത്യം എന്ന് വെച്ചാൽ ഒരു വ്യക്തിക്ക് മാത്രം ഉണ്ടാകുന്നതായിട്ടുള്ള സത്യം. യുദ്ധരംഗത്ത് അർജുനന് വിഷാദം അനുഭവപ്പെട്ടത്, ആ വിഷാദം സത്യമാണ്. പക്ഷെ അർജുനന് മാത്രമാണ് ആ സത്യം. തന്റെ മനോബുദ്ധികളെ സ്വാധീനിക്കുന്നു. നകുലനോ സഹദേവനോ യുധിഷ്ഠിരനോ ഭീമനോ മറ്റുള്ള പക്ഷത്തോ ഇവരുടെ പക്ഷത്തുള്ളതായിട്ടുള്ള മറ്റുള്ള ആളുകൾക്കും ആർക്കും ഉണ്ടായിട്ടില്ല. സബ്ജക്റ്റീവ് റിയാലിറ്റി, പ്രാതിഭാസികം. നമ്മുടെ മനസ്സിലുണ്ടാകുന്ന വിഭ്രമങ്ങൾ, ഭയം, അനാവശ്യമായിട്ടുള്ള സംഘർഷങ്ങൾ ഒന്നും ഉണ്ടായിട്ടില്ലെങ്കിലും വിരോധമില്ല. നമ്മുടെ തന്നെ കുറച്ച് വൈകിയാൽ മതി വീട്ടിലെത്തുന്നത്. ഒരു 2 വീലർ എടുത്തു പോയാൽ രസമായി. ഒന്നും ഉണ്ടായിട്ടില്ല, പക്ഷെ നാം ആ കുട്ടിയെ ഇന്റൻസീവ് കെയർ യൂണിറ്റിൽ കൊണ്ടുപോകുന്നത് കാണുന്നു. അതാരാ? പ്രാതിഭാസിക. അവരുടെ ഉള്ളിലുണ്ടാകുന്നതാണ് ആ തോന്നൽ, അത് യഥാർത്ഥത്തിലുള്ളതല്ല. ഇതിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ കുട്ടി മോട്ടോർ സൈക്കിൾ ഓടിക്കുന്നു. കാരണം ആംബുലൻസ് വന്നതുപോലെ തോന്നും. ഇത് മാനസികമായിട്ടുള്ള വിഭ്രമം, അവരുടെ മനസ്സിലുണ്ടാകുന്ന ഭീതി അവർക്ക് മാത്രം അനുഭവപ്പെടുന്നത്. പ്രാതിഭാസികം, വ്യാവഹാരികം, പാരമാർത്ഥികം. പ്രസ്തുത ശ്ലോകം നാം ഇപ്പോൾ ചൊല്ലിയതായിട്ടുള്ള ശ്ലോകം പാരമാർത്ഥികമായ സത്യത്തിൽ നിന്നുള്ള ഒരു വ്യാഖ്യാനമാണ്. കാരണം സത്യസ്വരൂപനാണ് ശ്രീകൃഷ്ണ പരമാത്മാവ്. അദ്ദേഹം ചില സമയത്ത് പറയുമ്പോൾ തന്നെ തന്റെ ആ പരമമായിട്ടുള്ള ഔന്നത്യത്തിലോട്ട് ഉയരുന്നു. താൻ തന്നെ വിസ്മയിക്കുന്നു. പ്രചോദനാത്മകമാകുന്ന സമയത്ത് ഞങ്ങൾ ഏത് മണ്ഡലത്തിൽ പ്രവർത്തിക്കുകയാണെങ്കിലും ആ സമയത്ത് അഹന്ത ഇല്ലാതാകുന്നു. അതുകൊണ്ട് ആരോടാണ് അദ്ദേഹം സംസാരിക്കുന്നതെന്ന് പോലും അദ്ദേഹം ചിലപ്പോൾ വിസ്മരിക്കുന്നു. ആർക്കും ഇത്, ഏത് അധ്യാപകനും തന്റെ വിഷയം കൈകാര്യം ചെയ്യുമ്പോൾ ആ വിഷയത്തിൽ സ്വയം തന്നെ സമർപ്പിക്കുമ്പോൾ താൻ തന്നെ തന്നെ വിസ്മരിക്കുന്നു. ഏത് മണ്ഡലങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കും. അതിനാൽ ഈ പ്രപഞ്ചത്തിന് ഞാൻ ഉത്തരവാദിയോ? ഒരിക്കലുമല്ല. എന്റെ തലത്തിൽ ഞാൻ മാത്രം സച്ചിദാനന്ദ സ്വരൂപമായി സർവസംവ്യാപ്തമായി എങ്ങും നിറഞ്ഞു നിൽക്കുന്നതായിട്ടുള്ള ആ സത്യത്തിൽ പ്രപഞ്ചഭാനം തന്നെയില്ല. അപ്പോൾ ലോകത്തിന്റെ കർത്തൃത്വമോ ലോകത്തിൽ നടക്കുന്നതായിട്ടുള്ള സംഭവങ്ങളുടെ ഉത്തരവാദിത്വമോ ഒന്നും താൻ ഏൽക്കുന്നില്ല. പിന്നെ ഇവിടെ നടക്കുന്നതായിട്ടുള്ളതോ സ്വഭാവസ്തു പ്രവർത്തതേ, എല്ലാം അവരവരുടേതായിട്ടുള്ള പൂർവകർമ്മത്താൽ പ്രേരിതരായി സത്കർമ്മങ്ങളും ദുഷ്കർമ്മങ്ങളും അനുഷ്ഠിക്കുന്നു. അപ്പോൾ പ്രാതിഭാസിക തലത്തിൽ, വ്യാവഹാരിക തലത്തിൽ, അതുപോലെ തന്നെ പാരമാർത്ഥികത, ഈ 2 തലത്തിൽ നിന്നാണ് നമ്മെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കാരണം മനുഷ്യ മനസ്സ്
അജ്ഞാത തലത്തെക്കുറിച്ച് ചിന്തിക്കുകയില്ല. എന്റെ മനസ്സ് എവിടെ വ്യാപരിക്കും? എവിടെയൊക്കെ എന്റെ മനസ്സ് മുമ്പ് അനുഭവിച്ചിട്ടുണ്ടോ ആ സ്ഥലത്തൊക്കെ വ്യാപരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സ് അജ്ഞാതമായ മേഖലകളിൽ നിങ്ങളുടെ മനസ്സ് സഞ്ചരിക്കുമോ? ഒരിക്കലുമില്ല. അപ്പോൾ ഇന്ന് പരമമായ സത്യം നമുക്ക് അജ്ഞാതമാണ്. ആ അജ്ഞാതമായിട്ടുള്ള തലത്തിലോട്ട് നമ്മെ നയിക്കണമെങ്കിൽ ജ്ഞാതമായിട്ടുള്ള മേഖലയിൽ നിന്ന് മാത്രമേ കൊണ്ടുപോകാൻ സാധിക്കൂ. അതുകൊണ്ട് പ്രാതിഭാസിക തലത്തിൽ നിന്നും വ്യാവഹാരിക തലത്തിൽ നിൽക്കുന്നതായിട്ടുള്ള ഭഗവാൻ അർജുനനോട് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ താൻ പറയുന്നു, ന കർത്തൃത്വം ന കർമാണി ലോകസ്യ സൃജതി പ്രഭു ന കർമ്മഫല സംയോഗം സ്വഭാവസ്തു പ്രവർത്തതേ. ഓരോ ജീവനും അവൻ്റേതായിട്ടുള്ള സ്വഭാവങ്ങൾ പ്രകടമാക്കുന്നു. അത് അവൻ ഇവിടെ കൊണ്ടുവന്നതാണ്. അതിനു വേണ്ടിയിട്ടാണ് അവൻ ഈ ശരീരത്തെ സ്വീകരിച്ചിരിക്കുന്നത്. ആ അനുഭവങ്ങൾ വരുന്ന സമയത്ത് നീതി അവനെ ആ രംഗത്തിലോട്ട് നയിക്കുന്നു. നല്ലതാവാം, ചീത്തയാവാം. നമ്മൾ അവിടെ എത്തിയിരിക്കും. അതായത് നാം ശരിക്കൽ വിചിന്തനം ചെയ്യുകയാണെങ്കിൽ അത്യത്ഭുതമാണ് അദ്ദേഹത്തിന്റെ ഭരണപാടവം. ഇവിടെ തന്നെ 2000 ഡിസംബർ 31 മുതൽ ഇന്ന് 2001 ജനുവരി 6 വരെ നമ്മൾ ഓരോരുത്തരും 6:30 മണി മുതൽ 8 മണി വരെ ഇങ്ങനെ ഇരിക്കണം എന്ന് നേരത്തെ തന്നെ നിശ്ചയിച്ചിരിക്കുന്നു. നാളെ അറിയില്ല. അതുകൊണ്ടാണ് ഇന്നത്തെ ഡേറ്റ് ഞാൻ പറഞ്ഞു. അതായത് എന്റെ ജീവിതത്തിലും നിങ്ങളുടെ ജീവിതത്തിലും ഈ സമയം ഇങ്ങനെ തന്നെ ചെലവാക്കണം. വേറെ തരത്തിൽ ചെലവാക്കാൻ സാധ്യമല്ല. കാരണം ഇതിനു വേണ്ടിയിട്ടാണ് ഈ സമയം, നമ്മുടെ ജീവിതത്തിൽ ഈ സമയം ഇങ്ങനെ ചെലവാക്കണം എന്ന് നേരത്തെ തന്നെ നീതി നിശ്ചയിച്ചിരിക്കുന്നു. നമ്മൾ അങ്ങനെ വന്നു ചേരും. യജ്ഞ കമ്മിറ്റി, ചിന്മയ മിഷൻ, മറ്റുള്ള ആൾക്കാരുടെ എല്ലാം കൂട്ടമായിട്ടുള്ള പ്രവർത്തനം ഒക്കെ അതിനൊരു ഉപകരണം മാത്രം. ഇതുപോലെയല്ല, ഓരോ നിമിഷവും നേരത്തെ ആസൂത്രണം ചെയ്യപ്പെട്ടിരിക്കുന്നു. ചിലത് നമുക്ക് മാറ്റാം, പക്ഷെ ചിലപ്പോൾ ശ്രമിച്ചാൽ നമുക്ക് മാറ്റാൻ സാധിക്കില്ല. നാം മറ്റുള്ള എൻഗേജ്മെന്റ് ഒക്കെ മാറ്റി ഇവിടെ എത്തുന്നു. കാരണം ആ എൻഗേജ്മെന്റിനല്ല ഇപ്പോൾ ഈ സമയം. ആരാണ് നമ്മളെ ഇവിടെ എത്തിക്കുന്നത്? ആരാണ് എന്നെ ഇവിടെ എത്തിക്കുന്നത്? സ്വഭാവസ്തു പ്രവർത്തത. അവരവരുടേതായിട്ടുള്ള സ്വഭാവം അത് നാം അനുഭവിക്കുവാനാണ്, ആ വാസനകളെ പൂർത്തീകരിക്കാനാണ് ഈ ജന്മം സ്വീകരിച്ചിരിക്കുന്നത്. അവശ്യമായും നാം അനുഭവങ്ങളിലൂടെ പോവാം. തീവ്രമാവാം, സുഖകരമാവാം, കഠിനമാവാം. പക്ഷെ ആർക്കും അതിൽ നിന്നും ഒഴിവാകാൻ സാധ്യമല്ല. അവതാര പുരുഷന്മാർ പോലും ഈ നിയമത്തെ അനുസരിച്ചിട്ടുണ്ട്. ഒരിക്കലും അതിൽ നിന്നും ആരും വിഭിന്നരല്ല. 4 പ്രഗത്ഭന്മാരായ പുത്രന്മാർ ആലോചിച്ചു നോക്കൂ. ശ്രീരാമൻ, ലക്ഷ്മണൻ, ഭരതൻ, ശത്രുഘ്നൻ. പക്ഷെ ദശരഥൻ മരിക്കുന്നതായിട്ടുള്ള സമയത്ത് ആരെങ്കിലും അടുത്തുണ്ടായിരുന്നു? മഹാവിഷ്ണു സാക്ഷാൽ ഈശ്വരനായിട്ട് വന്നിരിക്കുന്നു. അപ്പോ നമ്മളൊക്കെ പോകുമ്പോൾ ആരും അടുത്തില്ലെങ്കിൽ ഒന്നും വിഷമിക്കേണ്ടെന്നർത്ഥം. ശ്രീരാമന് പോലും അതിനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല. കാരണം അദ്ദേഹം ആ ശരീരത്തിൽ വന്നു കൊട്ടാരത്തിലെ പൊളിറ്റിക്സ് കാരണം വീട്ടിൽ നിന്ന് പോയി അവിടെ ഒരു പൗരനായിട്ട് താമസിക്കാൻ പോലും അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. ഇത് ശരീരം സ്വീകരിക്കുമ്പോൾ നമ്മൾ എല്ലാവരും അനുഭവിക്കേണ്ട നിയമമാണ്. അതുകൊണ്ട് സ്വഭാവസ്തു, കൈയുടെ സ്വഭാവം പ്രവർത്തിക്കുന്നു. ഓരോരുത്തരും അവരുടേതായിട്ടുള്ള സ്വഭാവം പ്രവർത്തിക്കുന്നു. ആ സ്വഭാവത്തിലൂടെ ഓരോരുത്തർക്കും ഓരോ തരത്തിലായിട്ടുള്ള അനുഭവങ്ങളുണ്ട്. അത് നാം സസന്തോഷം അനുഭവിച്ച് മുന്നോട്ട് പോകുക തന്നെ കരണീയമായിട്ടുള്ളൂ എന്നർത്ഥം. ഇനി ഒരാളുടെയും പാപവും താൻ ഏറ്റെടുക്കുന്നില്ല, ഒരാളുടെയും പുണ്യവും തനിക്ക് വേണ്ടതാനം. നാദത്തെ കസ്യജിത് പാപം നചൈവ സുഹൃതം വിഭു. അതുകൊണ്ടാണല്ലോ ധർമ്മപ്രവൃത്തികൾ വിജയിക്കുന്നത് പോലെ തന്നെ അധർമ്മപ്രവൃത്തികളും വിജയിക്കുന്നു. എന്തുകൊണ്ടാ? സ്വഭാവസ്തു പ്രവൃത്തി, അവരുടെ സ്വഭാവം അതാണ്. രണ്ടും വിജയിക്കുന്നില്ലേ? ഭഗവാൻ തന്നെ അധർമ്മത്തിനോട് ഏറ്റുമുട്ടേണ്ടി വരുന്നില്ലേ? എന്നാലും അധർമ്മം എത്ര
ശക്തിയായിട്ടാണ് ഭഗവാന് മുമ്പിൽ തന്നെ വന്നു ചേർന്നത്. കാരണം അവർക്കും അവരുടേതായിട്ടുള്ള അധർമ്മവാസനകൾ പ്രകടിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് പ്രകൃതിയുടെ നിയമമാണ്. അങ്ങനെ അധർമ്മവാസനകൾ അവർ പ്രകടിപ്പിക്കുമ്പോഴോ അവരുടെ സ്വഭാവം പ്രകടിപ്പിക്കുന്ന സമയത്ത് അതിലൂടെ അനവധി ആളുകൾക്ക് നാശം വരും, അവർക്കും നാശം വരും. പക്ഷെ അതിലൂടെ മറ്റുള്ളവരുടെയും നാശം വേണം. കാരണം മറ്റുള്ളവരുടെ നാശം ഇവരുടെ പ്രവൃത്തിയിലൂടെയാണ് നടക്കുന്നത്. അതുകൊണ്ട് ഒരാളുടെയും പുണ്യകർമ്മമോ ഒരാളുടെയും പാപകർമ്മമോ താൻ ഏറ്റെടുക്കുന്നില്ല. നാദത്തെ കസ്യചിത് പാപം നചൈവ സുഹൃതം വിഭു അജ്ഞാനേന ആവൃതം ജ്ഞാനം തേന മുഹ്യന്തി ജന്തവഃ. എല്ലാ ജീവജാലങ്ങളും അവരുടെ യഥാർത്ഥത്തിലുള്ള സ്വരൂപത്തെ മറയ്ക്കുന്നു, അവരുടെ അജ്ഞാനം. ആ അജ്ഞാനത്തെ അവർ മോഹിതരാവുകയാണ്. അതാണ് ഞാൻ നല്ലത് ചെയ്യുന്നു, ഞാൻ ചീത്ത ചെയ്യുന്നു, സ്വാഭാവികമായിട്ടും ഈ രണ്ട് കർമ്മങ്ങളുടെയും ഫലം എനിക്ക് അനുഭവിക്കാൻ ഇടയാവുന്നു എന്ന കർത്തൃത്വം തന്നെ നമുക്കുണ്ടാവുന്നത് മോഹം കാരണമാണ്. യഥാർത്ഥത്തിലുള്ളതായ സത്യത്തെ അതുപോലെ ദർശിക്കാതെ അതിനെ വേറൊന്നായി കാണുന്നതിനെയാണ് മോഹം എന്ന് പറയുന്നത്. നാം മലയാള ഭാഷയിൽ പറയുന്ന മോഹമല്ല, സിനിമയിലും നോവലിലും TV സീരിയലും ഒക്കെ കാണുന്ന കൊച്ചു കൊച്ചു മോഹങ്ങൾ അതല്ല. ഇത് ഭഗവാന്റെ മോഹം. യഥാർത്ഥമായിട്ടുള്ള സത്യത്തെ അതിന്റെ നിലയിൽ നാം കാണാതിരിക്കുമ്പോൾ അതിനെ വേറൊന്നായിട്ട് കാണുന്നു, അതാണ് മോഹം. തേന മുഖ്യ. ആ മോഹത്താൽ നമ്മൾ എല്ലാവരും വ്യാമോഹിതരാകുന്നു എന്നർത്ഥം. നമ്മുടെ യഥാർത്ഥമായിട്ടുള്ള നില, കാര്യശേഷി, കാര്യക്ഷമത നഷ്ടപ്പെടുന്നു. ആസക്തി വരുന്നതായ സമയത്ത് നമ്മളുടെ കാര്യക്ഷമത നഷ്ടപ്പെടുന്നു. ഞാനെന്നും എന്റേതുമുള്ളതായിട്ടുള്ള നില. പല പ്രഗത്ഭന്മാരായിട്ടുള്ള ഡോക്ടർമാരും അവരുടെ കുട്ടികളെ ഓപ്പറേറ്റ് ചെയ്യാറില്ല. കാരണം എന്തെങ്കിലും ആയാലോ, മറ്റേ കുട്ടികളോ എന്തായാലും എന്താ, ഇത് എന്റേതാണ്, ഞാനെന്നും എന്റേതെന്നുള്ള വരുമ്പോ നമ്മളുടെ കാര്യക്ഷമത ഇല്ലാതാവുന്നു. എത്ര പ്രഗത്ഭന്മാരായിട്ടുള്ള അധ്യാപകന്മാരാണ് അവരുടെ കുട്ടികളെ വേറെ ആളെടുത്ത് ട്യൂഷൻ അയക്കുന്നത്? എന്താണ് നിങ്ങൾ പഠിപ്പിച്ചൂടാ? ശരിയാവില്ല, അവൻ ഉണ്ടെങ്കിൽ എനിക്ക് ഒന്നും വരില്ല. അതിനാൽ ഈ ഞാനെന്നും എൻ്റെ എന്നുള്ളതാണ് മോഹം. അത് എത്രത്തോളം തീവ്രമാകുന്നുവോ അത്രത്തോളം നാം ഇവിടെ ബന്ധിതരാകും എന്നർത്ഥം. എന്നാൽ ഞാൻ ചൊല്ലിയതാണ്, ചൊല്ലുന്നൂടെ ശരിയോളും. ജ്ഞാനേനതു തദജ്ഞാനം യേഷാം നാശിതമാത്മനഃ തേഷാമാദിത്യവജ്ഞാനം പ്രകാശയതി തത്പരം. ജ്ഞാനേനതു തദജ്ഞാനം എന്നാൽ ഏതൊരാൾക്കാരാണോ അവരുടെ ഈ അജ്ഞാനത്തെ, അവരെ മോഹിപ്പിക്കുന്നതായിട്ടുള്ള ഈ കാരണത്തെ യേശാം നാശിതം, നശിപ്പിച്ചിരിക്കുന്നത്. എങ്ങനെ? ഇപ്രകാരമുള്ള ഭഗവത്ഗീതയെ പോലുള്ളതായിട്ടുള്ള മഹത്തായ ആശയങ്ങൾ ഒരു വക്താവിൽ നിന്നും നാം ക്രമമായി ശ്രവിക്കുമ്പോൾ ഓരോ ദിവസത്തെ വിചാരവും അടുത്ത ദിവസത്തെ വിചാരവുമായി ഘടിപ്പിക്കുന്നതാണ്. ഈ വിചാരങ്ങളുടെ ക്രമം വളരെ പ്രധാനമാണ്. മാത്രമല്ല ഓരോ ദിവസവും ശ്രോതാക്കളെ അടുത്ത ദിവസത്തെ ആശയങ്ങളുമായി പരിചയപ്പെടുത്തുന്നതിന് അവർ തയ്യാറാക്കുകയാണ് ഓരോ ദിവസത്തെ പ്രഭാഷണവും. സ്വാഭാവികമായിട്ടും ഈ ക്രമം വളരെ പ്രധാനമാണ്. അപ്പോൾ ആരുടെ അജ്ഞാനമാണ് ഈ ജ്ഞാനം കൊണ്ട് പൂർണ്ണമായും നശിച്ചിരിക്കുന്നത്? തേഷാം, അവർക്ക് ആദിത്യവജ്ഞാനം പ്രകാശയതി തത്പരം. ആദിത്യനെ പോലെ, ആദിത്യന്റെ സാന്നിധ്യത്തിൽ തന്നെ പ്രപഞ്ചം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന അന്ധകാരം നിശേഷം ഇല്ലാതാവുന്നത് പോലെ ഈ ആത്മസ്വരൂപത്തെ കുറിച്ചിട്ടുള്ള ജ്ഞാനം വരുന്നതോടുകൂടെ അതിന്റെ മോഹം എന്നേക്കുമായി ഇല്ലാതാവുന്നു. മാത്രമല്ല തത്പരം പ്രകാശി, തത്പരം ഈ ജഗത്തിന്റെ കാരണമായ ആദിത്യന്റെയും കാരണമായിട്ടുള്ള പരമസത്യത്തെ അവന് പൂർണ്ണമായും ബോധ്യമാവുന്നു എന്നർത്ഥം. അങ്ങനെ ഒരിക്കൽ ബോധ്യമായി കഴിഞ്ഞാൽ
പിന്നെ ഒരിക്കലും ആ ധാരണയിൽ നിന്നും ആ മനുഷ്യൻ താഴെ വരികയില്ല. അടുത്ത ശ്ലോകം അത് വളരെ നന്നായി പ്രസ്താവിക്കുന്നു. തദ്ബുദ്ധയസ്തദാത്മാനം തദ്ബുദ്ധയസ്തദാത്മാനഃ തന്നിഷ്ഠാസ്തത്പരായണാഃ തന്നിഷ്ഠാസ്തത്പരായണാഃ ഗച്ഛന്ത്യ പുനരാവൃത്തിം ജ്ഞാനനിർധൂതകൽമഷാഃ തദ്ബുദ്ധയാഃ. ഇനി ആ പരമമായ തത്വത്തെ ഒരിക്കൽ നമുക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ബോധ്യപ്പെട്ട തത്വം നമ്മളുടെ തന്നെ സ്വരൂപമായതുകൊണ്ട്, അതാണ് നാം അറിയുന്നതായിട്ടുള്ള തത്വം നമ്മിൽ തന്നെയാണ്. തദ്ബുദ്ധയാഃ, സ്വാഭാവികമായിട്ടും അവരുടെ ബുദ്ധി ആ ലക്ഷ്യവുമായി താദാത്മ്യം പ്രാപിക്കുന്നു. തദാത്മാനഃ, തന്നെ അതിൽ സമർപ്പിക്കുന്ന ആ ധാരണ തന്നെയാണ് തൻ്റെ തുടർന്നുള്ളതായിട്ടുള്ള ഇനിയുള്ള ജീവിതം. താൻ എന്തു ധരിക്കുന്നുവോ താൻ അതാകുന്നു. മറ്റുള്ള ഒരു ജ്ഞാനത്തിലും നമുക്ക് അങ്ങനെ സംഭവിക്കാറില്ല. നാം കെമിസ്ട്രി അറിയുന്നു, മാത്തമാറ്റിക്സ് അറിയുന്നു, ഫിസിക്സ് അറിയുന്നു, ജ്യോതിഷം അറിയുന്നു, വ്യാകരണം അറിയുന്നു, നാം അതാകുന്നുവോ? ഇല്ല. അത് നമ്മളുടെ ജ്ഞാനമാണ്, ജ്ഞാനശാഖയാണത്. മറിച്ച് ഇവിടെ നാം അറിയുന്നതായ തത്വം നമ്മുടെ സ്വരൂപമാണ്. സ്വപ്നം കണ്ട് ഉണർന്നതായിട്ടുള്ള സമയത്ത് നാം ഉണർന്ന ആളെ അറിയുകയോ അതോ നാം അതായിത്തീരുകയോ? ഉണർന്നതോടുകൂടെ നാം തദാകാരമാകുന്നു. സ്വപ്നത്തിൽ ഇരുന്നു കൊണ്ട് നമുക്കൊരിക്കലും ഉണർന്നുകൊണ്ടിരിക്കുന്ന ആളെ അറിയാൻ സാധ്യമല്ല. ഉണർന്നുകൊണ്ടിരിക്കുന്ന ആൾ സ്വയം വിസ്മരിക്കുന്നതാണ് സ്വപ്നം. അയാൾ വീണ്ടും അനുസ്മരിക്കുന്നതാണ് ജാഗ്രതാവസ്ഥ. സ്വപ്നം കാണുന്ന ആൾ തന്നെയാണ് താൻ ജാഗ്രത എന്ന് അറിയുന്നത്. അതുപോലെ ഈ ഞാൻ അനവധി സംഘർഷങ്ങൾക്കും അസ്വസ്ഥതകൾക്കും ഭീഷണികൾക്കും വെല്ലുവിളികൾക്കും പരിമിതനായിട്ടുള്ള ഈ ഞാൻ തന്നെയാണ് നമുക്കറിയുന്നത്. ഞാൻ നിത്യവും സ്ഥായിയും അനന്തവുമായിട്ടുള്ള പരമാത്മസ്വരൂപമാണ്. ഞാൻ ഇതല്ല അതാണ് എന്ന് നമുക്ക് ബോധ്യമാവുന്നു. സ്വാഭാവികമായിട്ടും തദാത്മാനഃ തന്നിഷ്ഠാഃ, താൻ അതിൽ നിഷ്ഠ പ്രാപിക്കുന്നു. നിഷ്ഠ, ഇത്രയും കാലം ഞാൻ ഇതാണ് 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 എന്ന് ധരിച്ചു. ഇനി ഞാൻ ഇതല്ല 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 ഇതാണ് സത്യം ഇതാണ് സത്യം എന്ന് നമുക്ക് ബോധ്യമാവുന്നു. തന്നിഷ്ഠ, അതാണ്. അതിൽ താൻ വീണ്ടും അത് പിന്നെ ശിഷ്ടമുള്ളതായിട്ടുള്ള കാലം താൻ അതിൽ തന്നെ രമിക്കുന്നു എന്നർത്ഥം. തത്പരായണ, ആ അറിഞ്ഞതായിട്ടുള്ള പരമചൈതന്യത്തെ താൻ എന്നേക്കുമായി ആശ്രയിക്കുന്നു. പരായണം, ആശ്രയം. ആശ്രയിക്കപ്പെട്ടതായ സത്യവും ആശ്രയിക്കുന്നതായ ജ്ഞാനം ഒന്നാണെന്ന് എനിക്ക് ദൃഢമായ ബോധമായി. അതാരും പറയുന്നതല്ല, ഗീതയുടെ ആശയമല്ല, വ്യാസന്റെ വാഗ്ദാനമല്ല. ഇപ്പോൾ അത് എന്റേതായി, അതിനുള്ള പക്വത ഞാൻ ആർജിച്ചു എന്നർത്ഥം. തന്നിഷ്ഠാഃ തത്പരായണ, അതായത് ഈശ്വരനെ അറിയുന്നതായ മനുഷ്യൻ ഈശ്വര സ്വരൂപമാവുന്നു. ഭഗവത് തത്വമാകാതെ നിങ്ങൾക്ക് ഭഗവാനെ അറിയാൻ സാധ്യമല്ല. ഉപനിഷത്ത് പറയുന്നു, ബ്രഹ്മവിത്ത് ബ്രഹ്മൈവ ഭവതി, ബ്രഹ്മത്തെ അറിയുന്നവൻ ബ്രഹ്മമാകുന്നു. അവൻ ഇപ്പോൾ തന്നെ ബ്രഹ്മമാണ്, പക്ഷെ അജ്ഞാനം കൊണ്ട് അവൻ അത് അറിയുന്നില്ല. അതുകൊണ്ട് അവൻ മോഹത്തിന് വിധേയമാവുന്നു. ഇവിടെ ആ മോഹം നീങ്ങുന്നതോടുകൂടെ താൻ അതാണ്. തദ്ബുദ്ധയാ തദാത്മാനഃ തന്നിഷ്ഠാഃ തത്പരായണാഃ. നാം തന്നെ ഏതേതൊക്കെ കാര്യങ്ങളിൽ ആസക്തരാകുന്നതായിട്ടുള്ള സമയത്ത് നമുക്ക് മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ച് ബോധമുണ്ടോ? ഇല്ല. ധനം തന്നെ ജീവിത ലക്ഷ്യമായിട്ട് കരുതുന്ന ഒരാള് എല്ലാ സമയവും ഒരു പ്രയാസവും ഇല്ലാതെ ധനത്തെ തന്നെ ചിന്തിക്കുന്നു. ധനത്തെ ആർജിക്കുന്നത്, ധനത്തെ സൂക്ഷിക്കുന്നത്, ധനത്തെ വിനിയോഗിക്കുന്നത്, ധനത്തെ വർദ്ധിപ്പിക്കുന്നത്. ധനപരായണ, സുഖത്തിൽ ആസക്തരായിട്ടുള്ളവരോ
അതിൽ പരായണ. നാം എന്ത് കുതിക്കുന്നുവോ അതിൽ നാം സ്വയം നമ്മെ സമർപ്പിക്കുന്നു. അവയൊക്കെ സുരക്ഷിതത്വമാണ്, എന്നും എൻ്റെ കൂടി ഇരിക്കും, സ്ഥായിയാണ് എന്നുള്ളതായിട്ടുള്ള ചിന്ത വരുമ്പോൾ നമുക്ക് ആ ഒരു ഭാവം ഉണ്ടാകുന്നു. വേറെ ഒന്നിനും നമുക്ക് ചിന്തയുണ്ടാവുന്നില്ല. ഇനി അവസാന സമയമായാൽ തന്നെ അത് തന്നെയായിരിക്കും ചിന്തിക്കുക. വേറെ എന്തെങ്കിലും ചിന്തിക്കാൻ ചിന്തിക്കുകയില്ല. ഇനി അടുത്തുള്ള ആൾക്കാരൊക്കെ തന്നെ പറയുന്നു അദ്ദേഹത്തിനോട്, അതല്ല നമ്മളൊക്കെ ഇവിടെയുണ്ട്, അതാണ് എനിക്ക് ഏറ്റവും വിഷമം. അയാൾ പറയപ്പോ ഭഗവത് നാമം ജപിച്ചോളൂ, ഭഗവത് നാമം നമ്മളൊക്കെ ജപിക്കും. ഓരോന്ന് അപ്പോഴും ഓരോന്ന് പറയണം, ആ വാടക വന്നില്ലല്ലോ, ഈ വാടക വന്നില്ലല്ലോ, അത് ശരിയാക്കണം, ഇത് ശരിയാക്കണം. എല്ലാവരും നാമം ജപിക്കുന്നത് അദ്ദേഹത്തിനോട്. കാരണം എന്താ? തത്പരായണ. അദ്ദേഹം എന്താണ് തന്റെ ജീവിത ലക്ഷ്യമായിട്ട് കരുതുക? ജീവിതം മുഴുവനും അതാണ് ചിന്തിക്കുന്നത്. ധനമെങ്കിൽ ധനം, അധികാരമെങ്കിൽ അധികാരം, സുഖഭോഗമെങ്കിൽ സുഖഭോഗം. സ്വാഭാവികമായിട്ടും അതിൽ നിന്നും തന്റെ മനസ്സിനെ വിടുവിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. ചിലതൊക്കെ പറയും, ഞാൻ മരിച്ചാലും കേസ് നടത്തണം, അത് നിനക്ക്. അപ്പം ആ വ്യവഹാര ചിന്തയിലാണ് പോകുന്നത്. എത്ര കഠിനങ്ങളായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാവും, ശരി, വീണ്ടും മനസ്സ് അതിൽ നിന്ന് വരികയില്ല. കാരണം എന്താ? കർമ്മത്തിന്റെ വാസന, ശക്തി. സ്വാഭാവികമായിട്ടും ഇതിന്റെ വ്യവസ്ഥകൾ മുഴുവൻ മനസ്സിലാക്കി അതിൽ നിന്ന് മനസ്സ് വിമോചിപ്പിക്കുന്നതായിട്ടുള്ള ആള് സത്യത്തിൽ മനസ്സിനെ തിരിക്കുന്നതായിട്ടുള്ള സമയത്ത് തന്നിഷ്ട, തത്പരായണായ, തദ്ബുദ്ധയ, എപ്പോഴും അത് തന്നെ ചിന്തിക്കുന്നു, എപ്പോഴും അത് തന്നെ അദ്ദേഹം വിഭാവന ചെയ്യുന്നു. മറ്റുള്ള ലോകത്തിലെ വ്യവഹാരങ്ങളിലൊക്കെ ഏർപ്പെടുമ്പോഴും ഇത് അദ്ദേഹത്തിന് മുന്നിൽ എപ്പോഴും ഉണ്ടാവും. മറ്റുള്ള വ്യാപാരങ്ങളോ വ്യവഹാരങ്ങളോ ചെയ്യരുതെന്നല്ല. ശ്രീകൃഷ്ണൻ ഇപ്പോൾ യുദ്ധത്തിലല്ലേ പങ്കെടുക്കുന്നത്? അദ്ദേഹം ഈ ആശയമല്ലേ പറയും. അതായത് ആധ്യാത്മിക തത്വം എന്ന് വെച്ചാൽ അത് വളരെ വളരെ ഹരമായിട്ടുള്ള ഒരു വിഷയമാണ്. നാം അനുഷ്ഠാനത്തിലൂടെ അനുഭവിക്കുന്നത് വരെ അത് മുഴുവനും വെറും വാക്കുകളാണ്, വെറും ആശയങ്ങളാണ്. അതൊരിക്കലും നമ്മെ അനുഗ്രഹിക്കുകയില്ല. അത് നമ്മെ അനുഗ്രഹിക്കണമെങ്കിൽ അത് നാം പരീക്ഷിക്കണം. പരീക്ഷിച്ചാലോ ഇതിന്മേലെ എളുപ്പമായിട്ട് യാതൊന്നും തന്നെയില്ല. അതായത് നാം ഏത് പ്രവൃത്തിയിലുള്ള വ്യവഹാരങ്ങൾ ഏർപ്പെട്ടിരിക്കുമ്പോഴും നാം വീഴുകയാണെങ്കിൽ, മരിച്ചു വീഴുകയാണെങ്കിൽ ആ നിമിഷം ഈശ്വരപാദത്തിൽ നാം ചേരണം. അപ്പോൾ മറ്റുള്ള വ്യവഹാരങ്ങളിലൊക്കെ തന്നെ ഭഗവത് ചിന്തയെ മുൻനിർത്തി വ്യവഹരിക്കുക എന്നർത്ഥം. യുദ്ധം പോലും അർജുനോട് ഭഗവാൻ ചെയ്യാൻ പറയുന്നത് എന്നെ ചിന്തിച്ചുകൊണ്ട്, എന്നിൽ നിന്റെ കർമ്മം സമർപ്പിച്ചുകൊണ്ട് അർജുന ഫല ആസക്തിയില്ലാതെ യുദ്ധം ചെയ്താലും എന്നുള്ളതാണ്. കർമ്മരംഗത്തിൽ നിന്നുള്ള വിമുക്തി അല്ല ആധ്യാത്മികത. കർമ്മരംഗത്തെ ദിവ്യവത്കരിക്കുവാനുള്ള ഒരു പ്രത്യേക രീതിയാണ്. തദ്ബുദ്ധയാ തദാത്മാനാ തന്നിഷ്ടാഃ തത്പരായണാഃ. അങ്ങനെയുള്ളവർ ഗച്ഛന്തി അപുനരാവൃത്തിം. അവർ ഗച്ഛന്തി, അവർ പ്രാപിക്കുന്നു. ഏതവസ്ഥയെ പ്രാപിക്കുന്നു? അപുനരാവൃത്തിം. പുനരാവൃത്തിം എന്ന് വെച്ചാൽ തിരിച്ചു വരിക, മരണശേഷം വീണ്ടും ഒരു ജന്മം ഉണ്ടാവുക എന്ന്. ഭഗവത്ഗീത പുനർജന്മത്തെക്കുറിച്ച് വിവരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇതാ പ്രമാണം. ഭഗവാനും പറയുന്നു. ഇന്ന് രാവിലത്തെ പ്രശ്നോപനിഷത്തിലെ ക്ലാസ് അത് തന്നെയാണ്. ആ ഉപനിഷത്തിലെ ആശയങ്ങളാണ് ശ്രീകൃഷ്ണൻ ഇവിടെ ഉദ്ധരിക്കുന്നത്. അപുനരാവൃത്തിം ഗതിം, ഒരിക്കലും തിരിച്ചു വരാത്തതായിട്ടുള്ള അവസ്ഥ, അതാണ് അപുനരാവൃത്തി. ഈ ഭഗവത്വത്തെ അറിഞ്ഞിട്ടില്ലെങ്കിലോ തീർച്ചയായിട്ടും നാം തിരിച്ചു വരും. അതുകൊണ്ടാണ് യാത്ര പറയുമ്പോഴൊക്കെ പോകട്ടെ എന്ന് പറയുന്ന സമയത്ത് അങ്ങനെ സമ്മതിക്കാറില്ല. നോക്കിയിട്ടുണ്ടോ? അങ്ങനെ പറഞ്ഞു പോകരുത്, വരട്ടെ എന്ന് പറയും, എന്നിട്ട് വരും. വരട്ടെ എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഞാൻ വീണ്ടും വരും നടത്തും, ഈ വീട്ടിൽ തന്നെ വരും.
ചില കുട്ടികളൊക്കെ നോക്കിയിട്ടുണ്ട്, ചെറിയ കുട്ടികളെ. അത് ഈ ആധ്യാത്മിക സംസ്കാരം കൂടുതലുള്ളതൊക്കെ ഇങ്ങനെയുള്ള പരീക്ഷണങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ വരും. ചില ഫോട്ടോസൊക്കെ കണ്ടാൽ 2-3 വയസ്സുള്ളതായിട്ടുള്ള കുട്ടികൾ ഇങ്ങനെ നോക്കും, വളരെ ശ്രദ്ധിച്ചുകൊണ്ട്. അത് ചിലപ്പോ 6 മാസം 7 മാസം അത് എങ്ങനെ കമഴാൻ തുടങ്ങിയിട്ടുള്ളൂ, ഫോട്ടോ കൊണ്ട് ഇങ്ങനെ നോക്കും. എന്താ, ഇത് എന്റെ ഫോട്ടോ എന്നാണല്ലോ, അതല്ല അത്ര നോക്കണം, മുമ്പ് ആ രൂപത്തിലായിരുന്നു. ഭഗവത് നിയമമാണ് വീണ്ടും വരിക. നാം വീണ്ടും എന്ന് പറയുന്ന സമയത്ത് നാം ഇനിയുള്ള ജന്മമാണ് നാം വിചാരിക്കുന്നത്. ഓർമ്മിക്കുക, നമ്മൾ മുമ്പ് നമ്മൾ മരിച്ചിട്ടാണ് ഈ രൂപത്തിൽ വന്നത്. ഇതൊരു പ്രവാഹമാണ്. പുനരപി ജനനം പുനരപി മരണം, വീണ്ടും ജനനം വീണ്ടും മരണം. ആദിശങ്കരൻ പറയുന്നു, വീണ്ടും ജനനം വീണ്ടും മരണം അദ്ദേഹം പറയുന്നില്ല. പുനരപി ജനനി ജഠരേ ശയനം. വീണ്ടും ഒരു മാതൃഗർഭത്തിൽ കിടക്കുക എന്ന് പറയുമ്പോൾ ശ്രീകൃഷ്ണൻ നമ്മെ, ഭഗവാൻ ശങ്കരാചാര്യൻ നമ്മെ ആ ഗർഭസ്ഥിതിയിൽ കിടക്കുന്ന ആകൃതിയെക്കുറിച്ച് ഭാവന ചെയ്യാൻ പറയുക. നോക്കിയിട്ടുണ്ടോ ഇങ്ങനെ കിടക്കുന്നത്? ഒരു പ്രത്യേക തരത്തിൽ അന്ന് തുടങ്ങിയതാണ് നമ്മുടെ ഇടുപ്പ് വേദന. എല്ലാവർക്കും ഉണ്ടാവും, ഇങ്ങനെ വളഞ്ഞു കിടന്നിട്ട് ഇത്രയും സമയം. ഒരു രക്ഷയില്ല, ഇതൊന്നും ആർക്കും ഒഴിവാകാൻ പറ്റില്ല. ഓരോ വേദന വരുമ്പോൾ നമ്മൾ പറയുന്നത്, ഇത് സഹിക്കാം, പക്ഷെ വേറെ ഏത് വേദന വന്നാലും വരും, ഇത് വേണ്ട. എല്ലാവരും പറയും, തലവേദന വന്ന വേറെ എന്ത് വന്നോട്ടെ, പല്ലുവേദന വന്ന പല്ലുവേദന ഒഴിച്ച് ബാക്കി എന്ത് വേണമെങ്കിലും ഒന്ന്. അങ്ങനെ ഓരോന്നും ദുഃഖകരമാണ്. ഇവിടുത്തെ സമസ്ത അനുഭവങ്ങളും ആദ്യത്തെ ദോഷം നമ്മളിവിടെ വരുന്നത് തന്നെയാണ്. അതുകൊണ്ടാണ് പ്രസവിക്കുന്നതായിട്ടുള്ള അമ്മയും പ്രസവിച്ചു പോകുന്ന ശിശുവും രണ്ടാളും കരയുന്നു. അവർ രണ്ടാളും ദുഃഖിക്കുന്നത് കൊണ്ട് മറ്റുള്ളവർ ചിരിക്കുകയും ചെയ്യുന്നു. ആരംഭം കരച്ചില്. ഇവിടുന്ന് പോകുമ്പോഴോ അനുസരിച്ചിട്ടാണ് പോകുന്നത്, കരഞ്ഞിട്ട് തന്നെ. ഇൻ ബിറ്റ്വീനോ ഇടയിലോ കരച്ചിലോട് കരച്ചില്. അല്പനേരം എവിടെയെങ്കിലും എന്തെങ്കിലും ഉണ്ടാവാം, അത്ര തന്നെ. ആത്യന്തികമായി നോക്കിയാൽ ഇതാണ് വീണ്ടും ജനനം വീണ്ടും മരണം. അപരാവൃത്തം ഗതം എന്ന് വെച്ചാൽ ഒരിക്കലും തിരിച്ചു വരാത്തതായിട്ടുള്ളൊരു സ്ഥിതി. ഭഗവത് തത്വത്തെ പ്രാപിച്ച ആൾ മരണശേഷമല്ല ഭഗവാനെ പ്രാപിക്കുന്നത്, മരണത്തിന് മുമ്പാണ് ഭഗവത് പ്രാപ്തി. ജീവൻ മുക്തി എന്നാണ് അതിന് പേർ. അതാണ് ഭഗവത്ഗീതയുടെ വശ്യത. ഇത്രത്തോളം ഈ നിമിഷം ഇപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ആ അനന്തമായിട്ടുള്ള പദവിയെ അനുഭവിക്കാം. ചിന്തയിൽ ഒരു സാഹസം, അനുഭവത്തിൽ അതിശക്തമായ പ്രമാണം. അലംഘനീയമായിട്ടുള്ള ഈ നിയമം ഋഷീശ്വരന്മാരുടെ അനുഭവത്തിൽ നിന്നും വന്നതാണ്. ആർക്കും അതിനെ നിഷേധിക്കാൻ സാധ്യമല്ല. നാം വിശ്വസിച്ചാലും ശരി, വിശ്വസിച്ചിട്ടില്ലെങ്കിലും ശരി, സ്വീകരിച്ചാലും ശരി, നിഷേധിച്ചാലും ശരി, പ്രപഞ്ച നിയമം നമ്മളുടെ അംഗീകാരത്തെയോ അംഗീകാരമില്ലായ്മയെയോ ആശ്രയിച്ചിട്ടല്ല. എത്രയോ തലമുറകൾ വിശ്വസിച്ചു സൂര്യൻ ഭൂമിയെ ചുറ്റുന്നു എന്ന്. രാവും പകലും ഉണ്ടാവുന്നത് രാവിലെ കിഴക്കുതിക്കുകയും വൈകുന്നേരം അസ്തമിക്കുകയും ചെയ്യും. വീണ്ടും ഭൂമിക്ക് ചുറ്റും സൂര്യൻ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു എന്ന്. ഇങ്ങനെ ഈ വിശ്വാസത്തോടുകൂടെ, ഈ ജ്ഞാനത്തോടുകൂടെ എത്രയോ തലമുറകൾ മണ്ണടിഞ്ഞു പോയി. ഒരു ദിവസം സുപ്രഭാതത്തിൽ വെസ്റ്റേൺ വേൾഡ്, നമ്മുടെ സാഹിത്യമല്ല ഞാൻ പറയുന്നത്, വെസ്റ്റേൺ വേൾഡ്, കോപ്പർനിക്കസ് എന്ന ശാസ്ത്രജ്ഞന്റെ നേതൃത്വത്തിലുള്ള പരീക്ഷണത്തിൽ ഗ്രഹിച്ചു. അതായത് സൂര്യൻ നിശ്ചലമാണ്, ഭൂമിയാണ് സ്വയം അതിന്റെ ഭാവനാപൂർണമായിട്ടുള്ള അച്ചുതണ്ടിൽ തിരിഞ്ഞ് രാവും പകലും ഉണ്ടാക്കുന്നത്. സൂര്യൻ നിശ്ചലമാണെന്ന ബോധ്യമായി ആ സത്യം ലോകത്തിലോട്ട് പ്രചരിപ്പിച്ചു.
അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി അങ്ങനെയല്ല, ഭൂമി സ്വയം തിരിയുകയാണ്, സൂര്യൻ നിശ്ചലമാണ് എന്ന് മനസ്സിലായ സമയത്ത് സൂര്യന് വല്ല സന്തോഷമുണ്ടോ? ഇപ്പോഴെങ്കിലും എന്നെ ഇവർ മനസ്സിലായല്ലോ. സൂര്യന് വല്ല സന്തോഷമുണ്ടോ? അത് മനസ്സിലാക്കുന്ന സമയം ആരും എന്നെ അറിയുന്നില്ലല്ലോ, വല്ല ദുഃഖമുണ്ടോ? ഇല്ല. അത് നിയമമാണ്. നിങ്ങൾ അറിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലത്, അറിഞ്ഞിട്ടില്ലെങ്കിൽ എനിക്കൊന്നുമില്ല. അതുപോലെ പ്രപഞ്ച നിയമം വീണ്ടും ജനിക്കുക, വീണ്ടും മരിക്കുക എന്നുള്ളത് ഒരു നിയമമാണ്. എന്തുകൊണ്ടാണ് നാം വൈവിധ്യങ്ങളായിട്ടുള്ള അനുഭവങ്ങളുടെ പിന്നിലുള്ളതായ രഹസ്യം അറിയാത്തത്? എന്തുകൊണ്ട് നാം ഒരു വൃക്ഷമായില്ല? എന്തുകൊണ്ട് നാം ഇസ്രായേലിൽ ജനിച്ചില്ല? എന്തുകൊണ്ട് നാം പാലസ്തീനിൽ ജനിച്ചില്ല? എന്തുകൊണ്ട് നാം അർജന്റീനയിൽ ജനിച്ചില്ല? എന്തുകൊണ്ട് നാം ചൈനയിൽ ജനിച്ചില്ല? നിരപരാധികൾ ശിക്ഷിക്കപ്പെടുന്നു, അപരാധികൾ രക്ഷപ്പെടുന്നു. എന്താണ് അതിന്റെ പിന്നിൽ? ധർമ്മനിഷ്ഠപൂർവ്വം ജീവിക്കുന്നവർ കഷ്ടപ്പെടുന്നു, അധർമ്മനിഷ്ഠയിൽ പോകുന്നതായിട്ടുള്ള ആളുകൾ സുഖിക്കുന്നു. എന്താണ് ഇതിന്റെ പിന്നിൽ? ഇവിടുത്തെ നിയമങ്ങളിൽ നിന്നും ഒരുപക്ഷെ നമുക്ക് രക്ഷപ്പെടാം. പക്ഷേ ഭഗവാന്റെ നിയമം ഓരോന്നും ഉടനെ തന്നെ രേഖപ്പെടുത്തുന്നു. നമ്മുടെ സമസ്ത ചലനങ്ങളും, അംഗവൈകല്യങ്ങൾ, മാനസികങ്ങളായിട്ടുള്ള വൈകല്യങ്ങൾ, മാറാ രോഗങ്ങൾ, മാനസികങ്ങളായ അനവധി സംഘർഷങ്ങൾ, സമ്പത്തിന്റെ മധ്യത്തിലും ദാരിദ്ര്യത്തിൽ ജീവിക്കുന്നവരുണ്ട്, ചുറ്റും ദാരിദ്ര്യത്തിലും സമ്പത്തിൽ ജീവിക്കുന്നവരുണ്ട്. ആന്തരികമായിട്ടുള്ള സമ്പത്ത്. കാരണം അത് അവരുടെ മനസ്സിന്റെ നിലയാണ്. ഇനി എല്ലാം ഉണ്ടായിട്ട് അതില്ലെങ്കിൽ എന്ത് കാര്യം? കാരണം അവരുടെ ഓരോരുത്തരുടെയും സ്വഭാവം കാണിക്കും. എന്ത് ചെയ്യാൻ സാധിക്കും? ഹൈദരാബാദിലെ നൈസാം ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാർ അദ്ദേഹത്തെ കണ്ടുപോകുന്ന സമയത്ത് ആസ്ട്രേലിയയിലും മറ്റും ഇടുന്നതായിട്ടുള്ള സിഗരറ്റ് എടുത്ത് വലിക്കും അത്ര. ചക്രവർത്തി. അതായത് ഓരോരുത്തരുടെ സ്വഭാവമാണ്. അത് മാറുകയില്ല. എല്ലാറ്റിന്റെ മധ്യത്തിലും, സമസ്ത ഐശ്വര്യത്തിന്റെയും മധ്യത്തിലും വളരെ വളരെ പരിതാപകരമായ നിലയിൽ മനുഷ്യൻ പ്രവർത്തിക്കുന്നു. രാവണൻ ആരായിരുന്നു? തന്റെ പുത്രന്റെ ജന്മത്തിന് ഗോളങ്ങളെ പോലും ക്രമീകരിച്ചതായിട്ടുള്ള ആള്. അത്രയും വലിയ തപസ്വി. പക്ഷേ തനിക്കെല്ലാം ഉണ്ടായിട്ടും രാമന്റെ പത്നി ഇല്ലെങ്കിൽ ശരിയാവില്ല. അതോടുകൂടെ തന്റെ സ്വാസ്ഥ്യം ഇല്ലാതാവുന്നു. ഇതാണ് മനുഷ്യനെ പുനർജന്മത്തിലോട്ട് നയിക്കുന്നത്. അത് ആന്തരികമായ ദാരിദ്ര്യം, ആന്തരികമായ തൃഷ്ണ. അവൻ വിചാരിക്കുന്നു ഭൗതികങ്ങളായ ഐശ്വര്യം അവനെ സുരക്ഷിതത്വത്തിലോട്ട് കൊണ്ടുപോകുമെന്ന്. അതൊക്കെ നേരിടാനും സുരക്ഷിതത്വം, സാമ്പത്തിക സുരക്ഷിതത്വം, സാമൂഹിക സുരക്ഷിതത്വം, കുടുംബത്തിന്റെ ഭദ്രത, തന്റെ പ്രജകളുടെ മുഴുവൻ അംഗീകാരം. എന്നാലും അവന്റെ ഉള്ളിൽ ദരിദ്രനാണ്. അവന്റെ സംസ്കാരം അതെങ്കിൽ, അവന് ജ്ഞാനമില്ലെങ്കിൽ, അവന്റെ വീക്ഷണത്തിന് പരിവർത്തനം വരുന്നില്ലെങ്കിൽ അവൻ വീണ്ടും അവശമായി പോകുന്നു. ഇവിടുന്ന് നിസ്സഹായമായി പോകുന്നു. വീണ്ടും ജനിക്കുക എന്നത് ഒരിക്കലും ഒഴിവാക്കാൻ സാധ്യമല്ല. നമ്മളുടെ സ്വാർത്ഥപരങ്ങളായ താല്പര്യം ഉള്ളിടത്തോളം കാലം ഇങ്ങനെ എത്രയോ ജന്മങ്ങൾ കഴിഞ്ഞാണ് നമുക്ക് ഓരോരുത്തർക്കും ഈ സുവർണ അവസരം പ്രകൃതി നൽകിയിരിക്കുന്നത്. അത് മറ്റുള്ള ജന്മങ്ങളെ പോലെ അനുഭവിച്ച് തീർക്കേണ്ടതല്ല. അത് തപസ്സുകൊണ്ട് അനുഷ്ഠിക്കേണ്ടതാണ്. തപസ്സിനാണ് മനുഷ്യജന്മം. മറ്റുള്ള ജീവജാലങ്ങളൊക്കെ മരിക്കാനാണ് ജനിക്കുന്നതെങ്കിൽ മനുഷ്യനായി ജനിക്കുന്നത് മരണത്തെ ജയിക്കാനാണ്. അവൻ മാത്രമേ അത് സാധിക്കുകയുള്ളൂ. അതല്ലെങ്കിൽ ഒരിക്കലും അവൻ മറ്റുള്ള ജീവജാലങ്ങളിൽ നിന്നും ഭിന്നമല്ല. ആ പുനരാവർത്തനം വീണ്ടും, അതായത് ഞാൻ ഇവിടെ തന്നെ പറയാം, ഈ യജ്ഞം കഴിഞ്ഞാൽ നിങ്ങൾ ഓരോരുത്തരും എങ്ങോട്ട് പോകും? സാമാന്യമായി നിങ്ങളെല്ലാവരും നിങ്ങളുടെ വീട്ടിൽ പോകും. പലർക്കും പല വിധത്തിലുള്ളതായിട്ടുള്ള പ്ലാൻ ഉണ്ടാവും.
ചിലപ്പോൾ ചിലർക്ക് ടൗണിൽ പോകണം, ചില ഷോപ്പിൽ പോകണം, ചില വീട്ടിൽ പോയി അവരെ കാണണം, ചില വ്യക്തികളുമായിട്ട് സംസാരിക്കണം, നാളത്തെ ചില കാര്യങ്ങളുമായി നാളത്തെ കാര്യങ്ങൾ ചിലപ്പോൾ ചില വ്യക്തികളൊക്കെ ഉണ്ട് ഏർപ്പാട് ചെയ്യണം. അതായത് വീട്ടിലെത്തുന്നതിന് മുമ്പേ പല വിധത്തിലുള്ള കാര്യങ്ങളും ചിലപ്പോൾ ചിലർക്ക് ചെയ്യാനുണ്ടാവും. അപ്പോൾ ഇവിടെ നിന്ന് എഴുന്നേറ്റാൽ നിങ്ങളുടെ ശരീരം ചലിക്കുന്നത് എങ്ങോട്ടാണ്? നിങ്ങളുടെ മനസ്സ് എവിടെയാണോ ശരീരം പോകണം എന്ന് ഉദ്ദേശിക്കുന്നത് അങ്ങോട്ടേക്ക് ചലിക്കും. ഇവിടെയാണ് നമ്മളിവിടെ വന്നത്. ജ്ഞാനയജ്ഞം കേൾക്കണം, ഗീതായജ്ഞമാണ്. മനസ്സ് വിചാരിച്ചു ഇവിടെ വന്നു 6 മണിയാവുമ്പോ. അപ്പൊ 8 മണിയാവുമ്പോൾ നിങ്ങൾക്ക് വന്നില്ല, 8 മണി ആ വിചാരം വന്നു, യജ്ഞം കഴിഞ്ഞു, ഇനി അവിടെ പോകണം, ആ വിചാരമായി. അപ്പോൾ നിങ്ങളുടെ ശരീരം ഇവിടെ നിന്ന് എങ്ങോട്ടാണ്, ഇവിടെ തന്നെ ഏത് ദിശയിലോട്ടാണ് ശരീരം സഞ്ചരിക്കുന്നതെന്ന് ശരീരമാണ് നിശ്ചയിക്കുന്നത്? അല്ല, മനസ്സാണ് നിശ്ചയിക്കുന്നത്. നമ്മുടെ ശരീരത്തിന്റെ ചലനം നിശ്ചയിക്കുന്നു. ഇവിടെ ഞാൻ ഈ നിമിഷത്തിലുള്ള കാര്യം പറയുന്നു. എങ്കിൽ മരണ സമയത്ത് നമ്മുടെ മനസ്സ് എന്ത് വിചാരിക്കുന്നുവോ അവിടെ അതെത്തുന്നു. കാരണം മരണ സമയത്ത് ശരീരത്തെ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല, അവർ ശരീരത്തെ ഇടുന്നു. അപ്പൊ മനസ്സ് ആ സമയത്ത് എന്ത് വിചാരിക്കുന്നുവോ ആ ദിശയിലോട്ട് അത് പോകുന്നു. അല്ല, ഇപ്പൊ പോകാൻ ബുദ്ധിമുട്ടുണ്ട്, ശരീരം കൊണ്ടുപോകണ്ടേ. അപ്പൊ ശരീരം കൊണ്ടുപോകുമ്പോൾ നമുക്ക് ചില നിയമങ്ങളൊക്കെ ഉണ്ട്. ശരീരം വീഴുമ്പോ ആ വീഴുന്ന സമയത്ത് നമുക്ക് എന്ത് വിചാരമുണ്ടോ അതിനനുസരിച്ചായിരിക്കും നമ്മളുടെ അടുത്ത ഗതി. മുൻ പ്രഭാഷണത്തിൽ ഞാൻ ഒരിക്കൽ സൂചിപ്പിച്ചതുപോലെ ഒരു കാര്യം വ്യക്തം, കഴിഞ്ഞ അമ്മത്തെ ശരീരം വിട്ടപ്പോ നല്ല സംസ്കാരമായിരുന്നു, അല്ലെങ്കിൽ നമ്മളത് കേൾക്കില്ലല്ലോ. ഇനി ഒരു ഗർഭമാസം ഉണ്ടാവാതിരിക്കട്ടെ എന്നാണ്. അതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. അത് ഭഗവന്റെ പാദം പ്രാപിക്കുമ്പോൾ മാത്രമേ സാധ്യമോ, അതല്ലാതെ സാധ്യമല്ല. അതുവരെ നാം വീണ്ടും വീണ്ടും വരണം എന്നർത്ഥം. പുനരഭിചരണം, മരണം, വീണ്ടും വീണ്ടും വരിക, വീണ്ടും വീണ്ടും പോവുക, വീണ്ടും വീണ്ടും വരിക, വീണ്ടും വീണ്ടും പോവുക. അതൊക്കെ ആലോചിക്കുന്ന സമയത്ത് ശ്രീകൃഷ്ണന് കുരുക്ഷേത്രത്തിൽ അർജുനൻ ഉപദേശിച്ചു കൊടുക്കുമ്പോൾ ആ കാലത്ത് നമ്മളൊക്കെ ഉണ്ടാവും, ഏതൊക്കെയോ രൂപത്തില്. ഒരു പക്ഷേ ആ സമയത്ത് പലപ്പോഴും നമ്മളെ ഈ പല മഹാരാജാക്കന്മാരുടെ രഥത്തിലെ കുതിരയോ ആനയോ കാലാൾപ്പടയിൽ അംഗങ്ങളോ ഒരു പക്ഷേ ഹരിയാനയിലെ കുരുക്ഷേത്രത്തിന്റെ മുകളിലൂടെ പറന്നുപോയ കാക്കകളോ ഒക്കെ ആയിരിക്കാം. അല്ലാതെ ഇത് കേൾക്കാൻ പറ്റില്ല. കാരണം മില്യൺസ് അറിയുന്നില്ല അതിനെക്കുറിച്ച്. അവർക്ക് ചാൻസ് കിട്ടുന്നത് എത്ര കൂടി ജനങ്ങൾ അവരതാണ് ജീവിതം എന്ന് വിചാരിച്ച് മുന്നോട്ട് പോകും. അവർക്ക് അതിന് വേറെ ഒന്നും തന്നെ ഇല്ല. അവർ എത്ര നിർഭാഗ്യവാന്മാരാണ് നോക്കൂ, കോടിക്കണക്കിന് ജനങ്ങൾ. അത് നോക്കുമ്പോൾ നമ്മൾ ലക്ഷ്യപ്രാപ്തിയിൽ നേടിയിട്ടില്ലെങ്കിലും ഇതൊക്കെ അറിയുന്നതാണ് മഹാഭാഗ്യമല്ലേ. ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്നത് കാരണം ഇത് എത്രയോ കോടി ജനങ്ങൾക്ക് നിഷേധിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത്, ആയിരക്കണക്കിന് ആളുകളിൽ ഒരാളാണ് എന്നെ അറിയാൻ ശ്രമിക്കുന്നത്. അങ്ങനെ അറിയാൻ ശ്രമിക്കുന്ന 1000 ആൾക്കാരിൽ ഒരാൾ മാത്രമാണ് എന്നെ അറിയുന്നത്. ഉടനെ നമ്മൾ മനുഷ്യന്റെ സ്വഭാവം എന്താ അറിയോ? ഞാൻ 999 ഒരാളാണ്, അങ്ങനെ വിചാരിക്കുക. അങ്ങനെ വിചാരിക്കരുത്. ആ ഞാനെന്ന് ഓരോരുത്തരും വിചാരിക്കണം. പക്ഷെ അത് വിചാരിക്കില്ല നമുക്ക് അതാണ് സൗകര്യം, ഇവിടെയാണ് വിഷമം. പക്ഷെ ലോട്ടറി ടിക്കറ്റ് എടുക്കുമ്പോൾ അങ്ങനെ വിചാരിക്കാറില്ലല്ലോ. ഓരോരുത്തരും എടുക്കുമ്പോൾ അത് എനിക്ക് കിട്ടും, ഫസ്റ്റ് പ്രൈസ് എനിക്ക്. അങ്ങനെ എല്ലാവരും വിചാരിക്കുന്നത് കൊണ്ടാണ് ലോട്ടറി ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായത്. അപ്പൊ നാം ഓരോരുത്തരും അസംഖ്യം ജനങ്ങളുടെ മുഴുവനും സാരസത്തെയാണ്. നമ്മൾ ഓരോരുത്തരും ഓരോ തലമുറയാണ് പ്രതീതീകരിക്കുന്നത്, അല്ലെങ്കിൽ ഈ സൂക്ഷ്മതത്വം ഗ്രഹിക്കാൻ സാധ്യമല്ല. അപ്പോൾ ഈ ഭഗവത് തത്വത്തെ അറിയുന്നതോടുകൂടി ഇവിടെ വെച്ച് ഈ നിമിഷം അപരാവൃത്തിം ഗതി, അതായത് നമ്മളുടെ ഇന്നത്തെ ഈ നില മാറുന്നു എന്നർത്ഥം. ജ്ഞാന നിർധൂത കൽമഷ, ജ്ഞാനം
ഈ ജ്ഞാനം വരുന്നതോടുകൂടെ കൽമഷം, അവരുടെ ഉള്ളിലുള്ളതായ മാലിന്യം, നമ്മുടെ ഓരോരുത്തരുടെയും കാമം, ക്രോധം, ദേഷ്യം, മാത്സര്യം, വാശി, അസഹനീയത, മാത്സര്യബുദ്ധി, ഇങ്ങനെയുള്ളതെല്ലാം തന്നെ അതാണ് കൽമഷം എന്ന് പറയുന്നത്. ഈ കൽമഷം നിർധൂതം നാശിതം എന്നർത്ഥം. നമ്മുടെ അന്തരംഗത്തിലെ മാലിന്യത്തെ നിർമാർജനം ചെയ്യുകയാണ് യഥാർത്ഥത്തിൽ ആധ്യാത്മികമായിട്ടുള്ള സാഹിത്യം നമ്മോട് നിർദ്ദേശിക്കുന്നത് എന്നർത്ഥം. നാം അതേ വ്യക്തി തന്നെയാണ്, പക്ഷെ നമ്മുടെ വീക്ഷണം മുഴുവനും മാറുന്നു. പിന്നെ നാം വീണ്ടും ചിരിച്ചു വരുന്നില്ല എന്നർത്ഥം. ഒരു സ്റ്റേറ്റ് മിനിസ്റ്റർ സെൻട്രൽ മിനിസ്റ്റർ ആവുമ്പോഴോ, ഒരു സ്റ്റേറ്റ് മിനിസ്റ്റർ സെൻട്രൽ മിനിസ്റ്റർ ആവുമ്പോൾ തന്റെ സംസ്ഥാനത്തിന്റെ ഒരു വകുപ്പ് മാത്രം കൈകാര്യം ചെയ്തതായിട്ടുള്ള ആൾ 3-4 വർഷം താങ്കൾ കൈകാര്യം ചെയ്തു. പക്ഷെ പിന്നെ തന്നെ സെൻട്രൽ ക്യാബിനറ്റിൽ എടുത്തു കഴിഞ്ഞാൽ പിന്നെ തന്റെ സംസ്ഥാനത്തെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? ചിന്തിക്കാൻ വിരോധമില്ല, പക്ഷേ എല്ലാ സംസ്ഥാനങ്ങളും തൻ്റെതാണ്. തനിക്കിപ്പോൾ ഇന്ന് ഈ സംസ്ഥാനമാണ് എൻ്റെ എന്ന് പറയാൻ സാധ്യമല്ല. കാരണം തന്റെ ഉത്തരവാദിത്വം വളരെ വ്യാപൃതമായി. അങ്ങനെയുള്ള തിരിച്ച് വീണ്ടും സ്റ്റേറ്റിൽ വരുമ്പോൾ മുമ്പ് സുപ്രീം കോടതി ജഡ്ജസ് ഒന്നും പ്രാക്ടീസ് ചെയ്യാറില്ല. റിട്ടയർഡ് ആയി കഴിഞ്ഞാൽ പൊട്ടിക്കാട് കാലത്തൊക്കെ നല്ല പിന്നെ അവർക്ക് രണ്ടാമത്തെ വാതിൽ തിരിച്ചു വരാൻ സാധ്യമല്ലെന്നർത്ഥം. ആ വീക്ഷണത്തിൽ നിന്നും ഇങ്ങോട്ട് വരാൻ വഴിയില്ല. അതായത് തന്റെ പരിമിതമായിട്ടുള്ള രംഗം അപരിമിതമായി എന്നർത്ഥം, വിശ്വവ്യാപകമായി. താൻ അതുകൊണ്ട് വികസിക്കുകയാണ്, ചുരുങ്ങുകയല്ല. യുഎൻഒയിലോട്ട് പോകുന്നതായിട്ടുള്ള ആർമി യുഎൻഒയുടെ ഫോഴ്സാണ്. ഇന്ത്യൻ ആർമി ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാഷ്ട്രത്തിലെ സൈന്യമായിരിക്കാം. പക്ഷെ യുഎൻഒയുടെ ഫോഴ്സ് ആവുമ്പോൾ നമുക്ക് ഇന്ന രാജ്യത്തിന്റെ ആർമി എന്ന് പറയാൻ പറ്റുകയില്ല. വീക്ഷണം മാറുന്നു. ഞാൻ ഇപ്പോൾ പ്രസ്താവിക്കുന്നത് ഒരിക്കലും മതവും തത്വശാസ്ത്രവും നമ്മെ അപ്രായോഗികമായ തലത്തിലോട്ട് ഉയർത്തുന്നില്ല. നാം ഇതൊക്കെ ചെയ്യുന്നതാണ്. ഇവിടെ ഓരോ തലങ്ങളിൽ നാം ഇത് അഭ്യസിക്കുന്നതാണ്. അപ്പോൾ അപുനരാവൃത്തിൻ ഗതം എന്ന് വെച്ചാൽ ആ പരമമായിട്ടുള്ള ഭാവത്തിൽ ഈശ്വരപരമായിട്ടുള്ള താതാത്മ്യത്തിലോട്ട് ഉയർന്നവർ വീണ്ടും പഴയ നിലയിലോട്ട് തിരിച്ചു വരുന്നില്ല എന്നർത്ഥം. സങ്കുചിതമായിട്ടുള്ള ഇടുന്നതായിട്ടുള്ള അഹങ്കാരപൂർവത്തോടുകൂടെ സ്വാർത്ഥപരമായ കാര്യങ്ങളിൽ മാത്രം തൽപരരായിട്ട് ഒരാള് ആവുന്നില്ല എന്നർത്ഥം. എന്തുകൊണ്ടെന്നാൽ ഈ ജ്ഞാനം കൽമഷങ്ങൾ നിർധൂതം, അവരുടെ ആന്തരിക മാലിന്യങ്ങളൊക്കെ തന്നെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കിയിരിക്കുന്നു. അവരുടെ വ്യക്തിത്വത്തിന് ഏറ്റവും വലിയ വികാസം സംഭവിച്ചിരിക്കുന്നു. നാം ആരും ആ ഭാവത്തിലോട്ട് ഉയർന്നിട്ടില്ല. തദ്ബുദ്ധയഃ തദാത്മാനഃ തന്നിഷ്ടാഃ തത്പരായണ എന്നതായിട്ടുള്ള ഭാവത്തിൽ നാം ആരും ഉയർന്നിട്ടില്ല. പക്ഷേ ഉയർന്നതായിട്ടുള്ള ആ തത്വം ഋഷീശ്വരന്മാർ പറയുമ്പോൾ ആ ഭാവത്തിൽ ഇരുന്നുകൊണ്ട് തന്നെ ശ്രീകൃഷ്ണ പരമാത്മാവ് അതിനെ വിവരിക്കുന്നതായിട്ടുള്ള സമയത്ത് നമുക്കതിനെ അവിശ്വസിക്കാൻ പറ്റുമോ? ഒരിക്കലുമില്ല. അപ്പോൾ എന്താണ് ആത്മസാക്ഷാത്കാരം സിദ്ധിച്ച ഒരു മനുഷ്യന്റെ വീക്ഷണം എന്ന് അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ വിവരിക്കുന്നു.